തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. വീശുകായി തോട്ടത്തിനുള്ളിൽ ജീവയാവി പകർന്നിടുവാൻ, വീശുകായി തോട്ടത്തിനുള്ളിൽ ജീവയാവി പകർന്നിടുവാൻ, ജീവനുള്ള പാട്ടുപാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൂതറിയിപ്പാൻ, സഭയുണരുവാൻ, ജീവനുള്ള പാട്ടുപാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൂതറിയിപ്പാൻ, സഭയുണരുവാൻ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, 95 വർഷക്കാലമായി ഈ കൺവെൻഷനെ നടത്തിയ നിൻ്റെ ദയയ്ക്കായി സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ ഇതിനു വേണ്ടി അധ്വാനിച്ചവർക്കായി സ്തോത്രം. ഇവിടെ വചനം പ്രഘോഷിച്ചവർക്കായി സ്തോത്രം. വചനം ഏറ്റെടുത്ത് ജീവിതത്തെ പുതുക്കി ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ സാക്ഷികളായി പ്രവർത്തിക്കുന്ന ഏവർക്കുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ വർഷം കർത്താവേ, ഈ കൺവെൻഷൻ്റെ ഇതുവരെയുള്ള ക്രമീകരണങ്ങളിൽ ചെറുതും വലുതുമായ തരങ്ങളിൽ, പ്രത്യക്ഷവും പരോക്ഷവുമായ തരങ്ങളിൽ വ്യാപരിച്ച എല്ലാ ദൈവകൃപയ്ക്കായി നിന്നെ സ്തുതിക്കുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ സീനിയേഴ്സ് വരെയുള്ള ഈ വലിയ കൂട്ടത്തിനായി സ്തോത്രം. ധാരാളം വൈദികരുടെ സമയവും അധ്വാനവും ഉണ്ടല്ലോ. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ എല്ലാവരെയും ഓർക്കുന്നു. റിട്ടയർ ചെയ്ത് ഞങ്ങൾക്ക് ഉത്സാഹമായി ജീവിക്കുന്ന അച്ഛന്മാരെ ഓർക്കുന്നു. സുവിശേഷകരെ ഓർക്കുന്നു. സേവിനിമാരെ ഓർക്കുന്നു. ദയറായ പ്രസ്ഥാനത്തെ ഓർക്കുന്നു. ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പല സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങൾ നിൻ്റെ മുമ്പാകെ കൂടി വരുന്നു. ദൈവം ഞങ്ങളോട് സംസാരിക്കുകയും ദൈവം ഞങ്ങളോട് ഇടപെടുകയും ചെയ്യണമേ. ക്രൂശ് മാത്രം ഉയർത്തപ്പെടണം. ബലഹീനനും മൺമയനുമായ അടിയൻ്റെ നാവിനെ അവിടുന്ന് സ്പർശിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അനുരഞ്ജനം എന്ന വിഷയം നമ്മുടെ ആരാധനക്രമത്തിൽ പൊതുവെ നിരപ്പ് എന്നാണ് കൊടുത്തേക്കുന്നത്. നിരപ്പിൻ്റെ ശുശ്രൂഷ. അനുരഞ്ജനം എന്നത് നിരപ്പ് എന്നാണ്. നിരപ്പാവുക, നിരക്കുക. നമുക്കറിയാം, ശുഭക്കോന ശുശ്രൂഷ എന്ന് പറഞ്ഞ ശുശ്രൂഷ നമുക്കുണ്ട്. അത് നോമ്പ് തുടങ്ങുന്നതിനോട് ശേഷമാണ്. മനോഹരമായൊരു ശുശ്രൂഷയാണ്. അതിമനോഹരമായ ശുശ്രൂഷ. ആ ശുശ്രൂഷയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, പട്ടക്കാർ ജനത്തോടും ജനങ്ങൾ പട്ടക്കാരോടും പരസ്പരം ക്ഷമ ചോദിച്ചിട്ടാണ് നിരപ്പ് തുടങ്ങുന്നത്. അതിമനോഹരമായ ശുശ്രൂഷയാണ്. ഈ ശുശ്രൂഷ എടുക്കുമ്പോൾ ഏത് വൈദികനും ദൈവമുമ്പാകെ തലകളെ വണക്കി ക്ഷമ ചോദിച്ചുകൊണ്ട് ശുശ്രൂഷ തുടങ്ങുന്നു. ജനങ്ങളും പരസ്പരം ചോദിക്കുന്നു. അതൊരു റിക്കൺസിലിയേഷൻ്റെ അനുഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ആരാധനക്രമത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ ഇത് കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇടയ്ക്ക് പറഞ്ഞു വരുന്ന വഴിക്ക് പറഞ്ഞുകൊള്ളാം. ഇന്ന് നാം ധ്യാനിക്കുന്നത് 2 കൊരിന്ത്യർ 5-ാം അധ്യായം, 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങളെ ആസ്പദം ആക്കി ആണല്ലോ. 2 Corinthians chapter 5 verses 16 to 20. But from now therefore we regard no one according to the flesh. Even though we once regard Christ according to the flesh, we regard him thus no longer. ഇനി മുതൽ ഞങ്ങൾ ജഡപ്രകാരം ക്രിസ്തുവിനെ അറിയുന്നില്ല, ഞങ്ങൾ ക്രിസ്തുവിനെ ആത്മികമായി അറിയുന്നു. ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു ആത്മികമായ വ്യാഖ്യാനം, ഒരു ഹിസ്റ്റോറിക്കലായ വ്യാഖ്യാനമുണ്ട്. യേശു യെരുശലേമിനടുത്ത് ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അവൻ യെരുശലേം യഹൂദ്യ പ്രദേശങ്ങളിലൊക്കെയും സഞ്ചരിച്ചു, രോഗികളെ സൗഖ്യമാക്കി, അനേകരെ മാനസാന്തരപ്പെടുത്തി. അവൻ കന്യകമറിയാമിൻ്റെ ഉദരത്തിൽ വസിച്ചു. ഇതൊക്കെ ഹിസ്റ്റോറിക്കലാണ്. ഇവിടെ പൗലോസ്ലീഹ പറയുന്നു, എന്നാൽ ഇന്നു മുതൽ, ഇനി മുതൽ, ഇപ്പം മുതൽ ഞാൻ പറയാൻ പോകുന്നത് മറ്റൊരു തലത്തിലാണ് എന്നാണ്. അഥവാ ചരിത്രപരമായ വ്യാഖ്യാനം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് പോകുന്ന ആത്യന്തികമായ, ഗൗരവമായ, സാരതരമായ സുവിശേഷം, ഉപദേശം ആരംഭിക്കുകയാണ്.
ജഡം തെറ്റ് എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം, ജഡത്തിനപ്പുറം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ജഡം തെറ്റ് എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം, ചരിത്രം തെറ്റ് എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം, ചരിത്രത്തിനപ്പുറവും കൂടെ വായിക്കേണ്ടതുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ കാണുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. പുതിയ സൃഷ്ടിയാക്കപ്പെട്ട, ക്രിസ്തുവിൽ പുതിയ ആളത്വമാക്കപ്പെട്ട, ക്രിസ്തുവിൽ പുതിയ ജീവൻ പ്രാപിച്ച, ക്രിസ്തുവിൽ പുതിയ തേജസ് പ്രാപിച്ച ഒരാളുടെ അനുഭവമായിട്ടാണ്, അല്ലെങ്കിൽ ആ ആൾ അനുഭവിക്കുന്ന അനുഭവമായിട്ടാണ് അനുരഞ്ജനത്തെ കാണുന്നത്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു എഴുത്തുകാരനാണ് C.S. ലൂയിസ്. ഇവിടെ ഇരിക്കുന്ന ധാരാളം പേര് C.S. ലൂയിസിനെ വായിച്ചിട്ടുണ്ട്. C.S. ലൂയിസ് ക്രിസ്തുവിലാവുക എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഒരാളൊരു പോസ്റ്റ് കാർഡിൽ, നമ്മളൊക്കെ പണ്ട് പോസ്റ്റ് കാർഡ് ഉണ്ടായിരുന്നല്ലോ, പോസ്റ്റ് കാർഡിന് ഈ ഒരു വലിപ്പം മാത്രമേ കാണത്തുള്ളൂ. ഒരു പോസ്റ്റ് കാർഡിൽ ഒരു സ്ഥലത്തിൻ്റെ ഫോട്ടോ കാണുന്നു. ആ സ്ഥലത്തിൻ്റെ ഫോട്ടോ കാണുന്ന പോലാണ് ക്രിസ്തുവിലാകുന്നതിന് മുമ്പുള്ള ജീവിതം. എന്നാൽ നമ്മൾ നേരിട്ട് പോയി ആ സ്ഥലം കാണുന്നതാണ് ക്രിസ്തുവിലുള്ള ജീവിതം. ഒരാളുടെ ജീവിതം ക്രിസ്തുവിൻ്റെ കയ്യിലേക്ക് കൊടുത്താൽ അത് മാറുന്നത് സ്വർഗത്തിൻ്റെ താളത്തിലേക്കാണ്. 3:6 കേട്ടിട്ടില്ലേ? 3:2 നമ്മൾ പഠിച്ചിട്ടില്ലേ? എന്ത് പാടാ പഠിക്കാനല്ലേ, നമുക്ക് പാടാ. 3:2 നമ്മളെ ദൈവമേ, ഈ കണ്ടുപിടിച്ചവനെ ഞാൻ കണ്ടുപിടിച്ചാൽ അവനെ ഞാൻ കണ്ടുപിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലാണ് ഒരു വ്യക്തി അവൻ്റെ ദേശത്തിനോടോ അവൻ്റെ സമൂഹത്തിനോടോ അവൻ്റെ കുടുംബത്തിനോടോ അവൻ്റെ ഹെറിറ്റേജിനോടോ ഉള്ള ഇക്വേഷനല്ല ക്രിസ്തുവിലായി കഴിയുമ്പോൾ. ഞാൻ അടുത്ത സമയത്ത് ഒരു പ്രസംഗം കേട്ടു, ശരിയാണെന്ന് എനിക്ക് തോന്നി. ആദ്യം ആ പ്രസംഗം ഇങ്ങനെയാണ്: നിങ്ങളുടെ സ്വഭാവത്തിന് 4 ധാരയാണുള്ളത്. 1, ഒരു കാരണവശാലും ശരിയാവാത്തില്ലെന്ന് തോന്നിയ പലരെയും ദൈവം എടുത്ത് അങ്ങ് ഉയർത്തിയിട്ടുണ്ട്. ശരിയാണോ? അല്ലേ? ശരിയാണോ? വേദപുസ്തകം വായിച്ചിട്ടില്ലേ? വായിക്കണം, നല്ല പുസ്തകമാണ്. ഇത് മാത്രമല്ല, വിക്കനായ ഒരാളെ എടുത്ത് ദൈവം അങ്ങ് ഉപയോഗിച്ചു. ശരിയാണോ? പുലിക്കയം പള്ളിയിലെ ജോസഫ് ഏട്ടൻ എന്നോട് ചോദിച്ചു, അച്ചോ എന്താണ് മോശയുടെ വിക്ക് മാറാഞ്ഞത്? അയ്യോ, എനിക്ക് ഉത്തരവില്ല. സെമിനാരി പലതിൻ്റെ ഉത്തരം പഠിക്കത്തില്ല നമുക്ക്. എനിക്ക് മനസ്സിലായില്ല, എനിക്കറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, അറിയത്തില്ല ജോസഫ് ഏട്ട. എൻ്റെ ജോസഫ് ഏട്ടൻ എന്നോട് പറഞ്ഞു, അച്ചോ മോശയുടെ വിക്കോടുകൂടെ തന്നെ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ളത് ചെയ്യിപ്പിക്കാൻ ദൈവത്തിന് അറിയാമായിരുന്നു. നിങ്ങളിവിടെ ചിലരിക്കുന്നവരും വിചാരിക്കുമായിരിക്കും, ഞാൻ ഇവിടെ അല്ലായിരുന്നെങ്കിൽ ഒരു സംഭവമായേനെ, ഈ വീട്ടിലല്ലായിരുന്നെങ്കിൽ ഒരു സംഭവമായേനെ, ഈ സിലബസ് അല്ല പഠിച്ചെങ്കിൽ ഞാൻ പുലിയായിരുന്നേനെ. സത്യത്തിൽ അതൊരു ചുമ്മാ പറയുന്നതാണ്. നമ്മൾ അങ്ങനെ അങ്ങ് ജീവിക്കുകയാണ്. അങ്ങനെയല്ല. എൻ്റെ ജോസഫിയുടെ എന്നോട് പറഞ്ഞു, അങ്ങനല്ലച്ചോ, ഈ വിക്കനായ മോശയെ ദൈവം എടുത്തു. ഒരുവൻ ക്രിസ്തുവിലായാൽ അത് വേറൊരു എക്സിസ്റ്റൻസാണ്. ഇവിടെ ഇരിക്കുന്ന ഏതൊരാളോടും, ഈ പള്ളിക്ക് പുറത്തും ആൾക്കാർ ഇരിപ്പുണ്ടല്ലോ, നിന്നുകൊണ്ട് കേൾക്കുന്നവരുണ്ട്, എല്ലാവരോടും ദൈവനാമത്തിൽ ഓർപ്പിക്കട്ടെ, ഒരാൾ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ആ സൃഷ്ടിയുടെ പ്രത്യേകത, അതിന് പുതിയ ബലമുണ്ട്, പുതിയ ധൈര്യമുണ്ട്, പുതിയ അഭിഷേകമുണ്ട്, പുതിയ വാഴ്വുകളുണ്ട്. അവർക്കാർക്കും നൊമ്പരങ്ങളില്ലെന്നല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുതേ. അവർക്കാർക്കും സങ്കടങ്ങളില്ല. അവരുടെ സങ്കടങ്ങളുടെ മേൽ സുവിശേഷം പുതപ്പായി വ്യാപരിക്കുമ്പോൾ അവർ സങ്കീർത്തനങ്ങളാക്കി അതിനെ മാറ്റും. അത്രേ ഉള്ളൂ. ക്രിസ്തുവിനെ അറിഞ്ഞ ഒരാൾ പുതു സൃഷ്ടിയായി കഴിഞ്ഞാൽ സങ്കടങ്ങളില്ലെന്നല്ല കേട്ടോ. അവർ സങ്കടങ്ങളിലൂടെ തന്നെ പോകുമ്പം ആ സങ്കടങ്ങളുടെ മേൽ സുവിശേഷം വന്ന് വ്യാപരിച്ച് ഈ സങ്കടങ്ങൾ സങ്കീർത്തനങ്ങളായിട്ട് അങ്ങ് മാറും. അവരാണ് സുവിശേഷ വേല ചെയ്യുന്നത്. ഇവിടെ ഇരിക്കുന്ന നൈനാൻ ജേക്കബ് അച്ഛനെ കുറിച്ച് പറയാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. 1975 അച്ഛൻ പുലിക്കയം ദേശത്തിരുന്നു. ഞാൻ 2003 25 വർഷത്തിന് ശേഷമാണ്. പക്ഷേ 25 വർഷത്തിന് ശേഷവും അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ അവിടെ വലിയ ശക്തമായിരുന്നു. എല്ലാ ദേശക്കാർക്കും അറിയാം, എല്ലാ സമൂഹങ്ങൾക്കും അറിയാം. അച്ഛൻ പതങ്കയത്തിൽ പോയി ചാടിയതുമൊക്കെ അവിടെ അറിയാം. അച്ഛൻ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും പുലിക്കയം ദേശക്കാരെ സമ്മർസോൾട്ട് ജമ്പ് ചെയ്ത് വെള്ളത്തിൽ ചാടാൻ പഠിപ്പിച്ചത് അച്ഛനാണ്. എന്ന് മാത്രമല്ല, ഒരിക്കലും കർത്താവുമായി ബന്ധമില്ലാത്ത അനേകരെ
അച്ഛൻ കർത്താവിലേക്ക് കൊണ്ടുവന്നു. ഇതെങ്ങനെ സാധിക്കും? അത് യുക്തിപരമായി സാധിക്കത്തേ ഇല്ല. ഒരാൾ പുതിയ സൃഷ്ടിയായിട്ട് മാറണം. ഈ പുതിയ സൃഷ്ടിയാകാനായിട്ട്, പുതിയ സൃഷ്ടിയാകുന്നതിന് അടുത്ത വാക്യം 18-ാം വാക്യം. നമ്മളിപ്പോൾ നാളെ രാവിലെ തൊട്ട് പുതിയ സൃഷ്ടിയാകാൻ വിചാരിച്ചാൽ നടക്കുമോ എന്നുള്ളതാണ് ചോദ്യമേ. 18-ാം വാക്യം, അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. You can never be a new creation by rational thinking or by consensus or by political decision or by any decision here. You have to have a grace from above. അത് ബിബ്ലിക്കലാണ്. വേദപുസ്തകം പറയുന്നു, അങ്ങനെ ഒരാൾ പുതു സൃഷ്ടിയാകാൻ ദൈവം തന്നെ കാരണഭൂതൻ. ദൈവം മാത്രം വിചാരിച്ചാൽ മാത്രമേ ഒരാളെ പുതുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മുടെ ക്ലാസ്സിൽ പഠിച്ച എത്രയോ പേര് നല്ല മിടുക്കരായി, നമ്മളിങ്ങനെയുമായി. ശരിയല്ലേ? എൻ്റെ ബെഞ്ചയിലൊക്കെ ഇരുന്ന് പഠിച്ചവരെത്ര മിടുക്കരുണ്ട്. ദൈവം അനുഗ്രഹിച്ച്, ദൈവം വിചാരിച്ചാൽ മാത്രമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് പുതിയ സൃഷ്ടിയാവാൻ ദൈവമാണ് കാരണം. ഈ പുതു സൃഷ്ടിയാക്കുന്ന ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്, ആ ദൈവം നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. അഥവാ നിരപ്പ് ദൈവത്തിൻ്റേതാണ്, ദൈവ പദ്ധതിയാണ്. ഇതിനെ വെളിവാക്കുന്ന ചില കാര്യങ്ങളാണ് ആദ്യം പറയാൻ പോകുന്നത്. 3 കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നു. 1, ദൈവം ഏദനിൽ മനുഷ്യനെ ഇല്ലായ്മ ചെയ്തില്ല. അത് തന്നെ റെക്കൺസിലിയേഷനാണ്. ദൈവം ഏദനിൽ മനുഷ്യനെ ഇല്ലായ്മ ചെയ്തില്ല എന്നത് തന്നെ റെക്കൺസിലിയേഷനാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം നമുക്കറിയാം. വെയിലാറിയപ്പോൾ ദൈവം തോട്ടത്തിൽ ചെന്നു, മനുഷ്യനോട് ചോദിച്ചു, നീ എവിടെ? അങ്ങനെ മനുഷ്യനോട് എന്തിനാ ചോദിച്ചത്? മനുഷ്യൻ മാറി നിൽക്കുമ്പോൾ ദൈവം തിരഞ്ഞു വരികയാണ്, അല്ലേ? ഗോഡ് ഈസ് സെർച്ചിങ് ഫോർ us. നമ്മൾ ആര് പിന്നോട്ട് പോകുമ്പോഴും ഒരു ചെറിയ പൂമ്പാറ്റ ചിലപ്പോൾ കടന്നു വരാം. നമ്മൾ ഇവിടെ ഇരിക്കുന്ന, പ്രസംഗിക്കുന്ന ഞാനും നിൽക്കുന്ന നിങ്ങളും ഓരോരുത്തരും ഒരു 7 തവണയിലും ഈ ലോകത്തിലെ ജീവിതം മതിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പല സമയങ്ങളിൽ. ആ സമയങ്ങളിലൊക്കെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില ദൂതരെ ദൈവം അയച്ചിട്ടുണ്ട്. ഈ പള്ളിയിലിരിക്കുന്ന ഏതൊരാളോടും പറയട്ടെ, നീ മറഞ്ഞിരിക്കുമ്പോൾ നിൻ്റെ അടുത്തേക്ക് തെളിഞ്ഞു വരുന്ന ശക്തിയാണ് ദൈവം. However you try to hide yourself, he will come to you and come to you. നീ എത്ര മറഞ്ഞിരിക്കുമ്പോഴും നിൻ്റെ അടുത്തേക്ക് തെളിഞ്ഞ് ദൈവം വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എനിക്ക് യേശുവിലെ ഏറ്റവും ഇഷ്ടമുള്ള വാക്യമാണ്, അവൻ തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയില്ല. മനുഷ്യർ പലപ്പോഴും തള്ളിക്കളയും. 4-5 പ്രാവശ്യമൊക്കെ പറഞ്ഞ് കേട്ടില്ലെങ്കിൽ നമ്മൾ പറയും ഇനിയും പറയാനൊന്നും. മനുഷ്യരങ്ങനെ, അത്രേ നമുക്ക് എല്ലാവർക്കും പറ്റത്തുള്ളൂ. വേദപുസ്തകം പറയുന്നു, ദൈവം ഏദനിൽ, നല്ല ഒന്നാന്തരം സ്ഥലം അല്ലയോ, പുനലൂർ പോലെ ആയിരിക്കും ഏദൻ തോട്ടം, ശരിയല്ലേ? അപ്പം ദേറാക്കാർ പറയും കലയനാട് പോലാണ്, അപ്പോൾ ഇളമ്പക്കാർ പറയും ഇളമ്പൽ പോലാണ്. അങ്ങനെ വിളക്ക് വെട്ടം അവർ പറയും അവിടാന്ന് പറയും. ഏദൻ തോട്ടം നല്ല മനോഹരമായ സ്ഥലം, ബെസ്റ്റ് പ്ലേസ്, ബെസ്റ്റ് ഫെസിലിറ്റി, ബെസ്റ്റ് പീപ്പിൾ, ബെസ്റ്റ് സറൗണ്ടിങ് ആണോ? ശരിയല്ലേ? ഇത്രയും കൊടുത്തപ്പോൾ വേഴ്സ്റ്റ് ബിഹേവിയർ, അങ്ങനെയാണ് അതിനകത്ത് കുഴപ്പം കിടക്കുന്നത്. ഈ ബെസ്റ്റിനകത്ത് തിരിഞ്ഞുപോയി പരിപാടി. അങ്ങനെ ചെയ്തവനോട് ക്ഷമിക്കാൻ, അവനെ തേടിച്ചെല്ലാൻ ദൈവത്തിന് സാധിക്കുന്നു. ദൈവം ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ നശിപ്പിച്ചില്ല. അതുകൊണ്ട് ഇതിനെ നമ്മൾ കാണേണ്ടത് ആക്ഷരികമായിട്ടല്ല, ആത്മീകമായും തത്വശാസ്ത്രപരമായും നാം കാണണം. 1, ദൈവം ഏദനിൽ മനുഷ്യനെ നശിപ്പിച്ചില്ല, കാരണം ദൈവം അനുരഞ്ജനത്തിനായി കാത്തിരിക്കുന്നു. 2, നിനവേ നോമ്പ് എന്ന് പറഞ്ഞൊന്നുണ്ട്. 3 നോയമ്പെന്നാണ്, വലിയ നോമ്പിന് മുമ്പാണ്. അതുകൊണ്ടാണ് നിന്നെ വിളിച്ച നിനുവായരെ, അല്ലേ? യോനായെ ഓർത്താണല്ലോ കുർബാന തുടങ്ങുന്നത്, ശരിയല്ലേ? യോനായെ ഓർക്കാറുണ്ടോ
കുർബാനയിൽ ഉണ്ടോ? ഉണ്ട് അല്ലേ? യോനായെ ഓർത്താ കുർബാന തുടങ്ങുന്നത്. ഈ നിനവേ നോയമ്പാണ്. നിനവേ നോയമ്പിൻ്റെ പ്രത്യേകത എന്താണ്? വർഷത്തിൽ ഒരു തവണയിലും ഈ പുസ്തകം വായിക്കണം. യോനയുടെ പുസ്തകത്തിന് എത്ര അധ്യായമുണ്ട്? എൻ്റെ അച്ചു തിരക്കിട്ട് പള്ളിയിൽ കയറി വന്ന് ഇനി അച്ഛൻ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്ത് കഷ്ടം അച്ഛൻ. എത്ര പുസ്തകമുണ്ട്? യോനയുടെ പുസ്തകത്തിന് എത്ര അധ്യായമുണ്ട്? കേൾക്കത്തില്ല. പുസ്തകം ഉണ്ടോ? കയ്യിലുണ്ടോ? നോക്കിയേ. വേദപുസ്തകത്തിൽ ഒരധ്യായമാണ്, ഒരു പുസ്തകമാണ് ചോദ്യത്തിൽ അവസാനിക്കുന്നത് കേട്ടോ. ക്വസ്റ്റ്യനിൽ എൻഡ് ചെയ്യുന്ന ഒരേ ഒരു ബുക്കാണ്. ആ ക്വസ്റ്റ്യൻ പക്ഷേ ആ മുഴുവൻ അധ്യായങ്ങളെയും തിരിച്ചെഴുതുന്ന ചോദ്യവുമാണ്. അതാണ് ആ ചോദ്യത്തിൻ്റെ പ്രത്യേകത. യോനയുടെ പുസ്തകം അവസാനത്തെ ചോദ്യം എന്താണ് ചോദിക്കുന്നത്? വായിച്ചോ, ഒരാൾക്ക് വായിക്കാം. വായിച്ചോളൂ, വായിച്ചോ. ആ ആ അപ്പോൾ യോനയും ദൈവവും തമ്മിലൊരു പ്രശ്നം. എന്താണ് പ്രശ്നം? ദൈവം നിനവേക്കാരോട് നിരക്കുന്നത് യോനയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നതേ ഇല്ല. ശരിയാണോ? ഈ പലരുടെയും വിശുദ്ധി നിമിത്തമാണ് ദൈവം അശുദ്ധനായി പോകുന്നതെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. കുറേ നാൾ മുമ്പ് കൽപ്പറ്റ നാരായണൻ്റെ ഒരു കഥ വായിച്ചു. അത് ഭയങ്കര രസകരമായിരുന്നു. ഒരാൾ ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് ജോലിക്ക് പോയി. അവർ ജോലിക്ക് ചെന്നപ്പോൾ അവരുടെ ഈ ജോലി ചെയ്യുന്ന വീട്ടിലെ അവരെല്ലാ ദിവസവും ഒരു രൂപത്തെ നോക്കി പ്രാർത്ഥിക്കും. ഒരു ബ്ലീഡിങ് രൂപം, അതേ നോക്കി പ്രാർത്ഥിക്കും. പേടിച്ചു പോയെന്നാണ് പറഞ്ഞത്. അവരിട്ടേച്ച് പോയി, എനിക്ക് വയ്യെന്ന് നോക്കിക്കാണും. യു ആർ സോ ഹോളി. ഭയങ്കര വിശുദ്ധരാണല്ലേ. യോന പറയുന്നത്, യോന എന്തോ പറഞ്ഞത്? നിനവേക്കാർ ഗുണം പിടിക്കാനായിട്ട് സാധ്യതയില്ല. ദൈവം പറയുന്നു നിൻ്റെ വ്യാഖ്യാനമല്ല, എങ്ങനെയും വീണ്ടെടുക്കാമോ എന്നുള്ളതാണ് ദൈവം ചോദിക്കുന്ന ചോദ്യം. അഥവാ ദൈവം ക്ഷമിക്കുവാനായി കാരണം തിരയുന്ന ദൈവമാണ്. ദൈവം വിധിക്കുവാനായി കാരണം തിരയുന്ന ദൈവമല്ല, ക്ഷമിക്കുവാനായി കാരണം തിരയും. സ്വർഗത്തിലൊരു കഥയുണ്ട്. അതിങ്ങനെയാണ്. ഒരു പാപിയായ മനുഷ്യൻ സ്വർഗത്തിൽ ചെന്നു. അപ്പോൾ അയാൾ ദൈവത്തോട് ചോദിച്ചു, ഞാൻ ഒരു കാരണവശാലും ഇവിടെ വരേണ്ട ആളല്ലല്ലോ. അപ്പോൾ ദൈവം പറഞ്ഞു, നീ പണ്ടൊരു പാറ്റായെ കൊല്ലാതെ വിട്ടിട്ടുണ്ട്. നീ പണ്ടൊരു. അപ്പോൾ അതിന് അടിക്കുറിപ്പ് എഴുതുകയാണ്. CS സോങ്ങിൻ്റെ കഥയാരെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതിന് അടിക്കുറിപ്പായിട്ട് എഴുതുകയാണ്, ഗോഡ് ഫൈൻഡ് റീസൺ ടു ഫോർഗീവ് ആൻഡ് റിക്കൺസൈൽ. ദൈവം കാത്തിരിക്കുകയാണ്, ദൈവം കാരണം തിരയുകയാണ്. നമ്മൾ തിരിച്ചാണ്. ശരിയല്ലേ? ചിലർക്ക് ഭയങ്കര കഴിവാണേ, ഒരു പ്രശ്നവും ഇല്ലാത്തിടത്ത്. അതായത് അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ അറിയത്തില്ലല്ലോ. അതിൻ്റെ ടെക്നിക്ക് പറയാം. നിന്നെക്കുറിച്ച് ഇങ്ങനെ അവർ പറഞ്ഞെന്ന് മറ്റേയാൾ എന്നോട് പറഞ്ഞു, ഉള്ളതാണോ എന്നറിയത്തില്ല, നീ ഇനി ചോദിക്കാനൊന്നും പോകണ്ട. ഭയങ്കര രസകരമാണ്, ഭയങ്കര മെറ്റാഫിസിക്കൽ പ്ലേസിംഗ് ആണ്. നിന്നെക്കുറിച്ച് അവരിങ്ങനെ പറഞ്ഞെന്ന് അവരെന്നോട് പറഞ്ഞു, ഉള്ളതാണോ എന്നറിയത്തില്ല, നീ ഇങ്ങനെ ചോദിക്കാനും പോകണ്ട, ഇനി ആരോടും പറയാനും പോകണ്ടെന്ന് പറഞ്ഞ് 4 പേരോട് നമ്മൾ തന്നെ വേറെ പറയും. എങ്ങനെയും പ്രശ്നങ്ങളുണ്ടാവും. വേദപുസ്തകം അങ്ങനെയല്ല പറയുന്നത്. എങ്ങനെയും ഈ ഒരാളെ വീണ്ടെടുക്കാമോ? ഈ പള്ളിയിലിരിക്കുന്ന ഏതൊരാളോടും എന്നോട് തന്നെയും പറയട്ടെ, ദൈവം തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഇവനോട് ക്ഷമിക്കാം. God is continually seeking to me and you. How can I reconcile? How can I forgive? A reason. യോനയുടെ പ്രശ്നം തിരിച്ചാണ്. പലപ്പോഴും നമ്മളിൽ ഈ യോനയാണ് കൂടുതൽ, നമ്മൾ അറിയാതെ. കാരണം ഈ മധ്യസ്ഥത നടത്തി നമ്മുടെ ചിന്ത ദൈവം നമ്മൾ പറയണമെന്ന് അല്ലേ? ഈ പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കാത്തവർക്കാണ് ഇതിന് കിട്ടുന്നത്. നമ്മൾ ഈ യോനയെ പോലെ ദൈവത്തിനും ജനത്തിനും മധ്യേ യോന നിന്ന് കുറച്ച് കഴിയുമ്പോൾ യോനയ്ക്കുണ്ടാകുന്നൊരു കുഴപ്പമുണ്ട്. യോന പറയുന്നിടം വരെ ദൈവം ആക്ട് ചെയ്യണം. അതാണ് ഈ പ്രശ്നം. അതുകൊണ്ട് ദൈവം രണ്ടാമതായി നമ്മളെ പഠിപ്പിക്കുകയാണ്, അവൻ
ക്ഷമിക്കുവാനായി കാരണം തടയുന്നു. മൂന്നാമതായി, ദൈവം അനുരഞ്ജനപ്പെടുന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളം ഏതാണ്? നമ്മളിനി ഒരു സീസണിലേക്ക് പ്രവേശിക്കുകയാണ്. കന്യക മറിയാമിൻ്റെ ഉദരത്തിൽ അവൻ വസിച്ചു. ദൈവത്തിൻ്റെ എളിമയാണ് ദൈവത്തിൻ്റെ അനുരഞ്ജനം. മാർത്തോമാ സഭയുടെ പട്ടംകൊട ശുശ്രൂഷയിൽ അമലോകിയ പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ സ്ഥാനാർത്ഥികളോട് ചോദിക്കുന്ന മനോഹരമായ ഒരു ചോദ്യമുണ്ട്. അതിങ്ങനെയാണ്: അവൻ കന്യക മറിയാമിൻ്റെ ഉദരത്തിൽ വസിക്കുമ്പോൾ തന്നെ ദൈവമഹത്വത്തിലായിരുന്നു എന്ന് വിശ്വസിക്കുന്നുവോ എന്ന് ചോദിക്കുന്നുണ്ട്. അവൻ കന്യക മറിയാമിൻ്റെ ഉദരത്തിൽ വസിക്കുമ്പോൾ തന്നെ ദൈവമഹത്വത്തിലായിരുന്നു എന്ന് വിശ്വസിക്കുന്നുവോ? കന്യക മറിയാമിൻ്റെ ഉദരത്തിൽ വസിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന എഫ്രൈം എന്ന് പറഞ്ഞൊരു വിശുദ്ധനുണ്ടായിരുന്നു. അദ്ദേഹം 4000-ഓളം കവിതകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഈ കന്യക മറിയാം കുഞ്ഞിനെ എടുത്ത് മുലയൂട്ടുന്നതിനെക്കുറിച്ചൊരു ഒരു കാവ്യമുണ്ട്. കന്യക മറിയാം മുലയൂട്ടുന്ന പൈതലിനോട് ചോദിക്കുകയാണ്: നിന്നെ ഞാൻ എങ്ങനെ മകനെ എന്ന് വിളിക്കും? നീ എൻ്റെ രക്ഷിതാവല്ലേ? നിന്നെ ഞാൻ എങ്ങനെ മകനെ എന്ന് വിളിക്കും? നീ എൻ്റെ രക്ഷിതാവല്ലേ? ഹൗ ക്യാൻ ഐ കോൾ യു ആസ് മൈ സൺ ആൻഡ് യു ആർ മൈ റിഡീമർ? നീ എന്നിൽ നിന്ന് ഉരുവായെന്ന് ഞാൻ എങ്ങനെ പറയും? നിന്നിൽ നിന്നല്ലേ ഞാൻ ജനിച്ചത്. അങ്ങനെയെങ്കിൽ ആ ദൈവം യേശു മശിഹ കന്യക മറിയാമിൻ്റെ ഉദരത്തിൽ വസിച്ചു എന്നുള്ളത്, എളിമയിൽ വസിച്ചു എന്നുള്ളത് അനുരഞ്ജനത്തിൻ്റെ അടയാളമാണ്. അതെന്താണ് അനുരഞ്ജനം? അവൻ സ്വർഗത്തിൻ്റെ നാം ശ്രദ്ധിക്കുന്നതെങ്കിൽ അത് നമ്മളിലേക്ക് വരും. നമുക്ക് അതിശയിപ്പിക്കുന്ന എളിമയുള്ള സുവിശേഷകരും ജീവിതവും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ദൈവം എളിമയാൽ തൻ്റെ അനുരഞ്ജനം നിവർത്തിക്കുന്നു. നാലാമതായി, പരിശുദ്ധ തൃത്വത്തിലെ അനുരഞ്ജനമാണ് ദൈവത്തിലെ അനുരഞ്ജനത്തിൻ്റെ മാതൃക. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവം തമ്മിലാണ് ആദ്യത്തെ അനുരഞ്ജനം. അവർ തമ്മിൽ വലിപ്പഭേദങ്ങളില്ല, അവർ തമ്മിൽ ഉച്ചനീചത്വങ്ങളില്ല, അവർ തമ്മിൽ അറിയാതെ ഒന്നും ചെയ്യുന്നില്ല. അവർ പരസ്പരം ചേരുകയും ഒന്നിലേക്ക് സമന്വയിക്കുകയും ചെയ്തുകൊണ്ട് നിൽക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധ ത്രിത്വത്തിൽ കാണുന്നതാണ് അനുരഞ്ജനത്തിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ടായിരിക്കാം 2 കൊരിന്ത്യൻസ് 13:13 അവസാനിക്കുമ്പോൾ ത്രിത്വ ആശീർവാദം പറയുന്നത്. അതുകൊണ്ട് ഈ പുസ്തകം മുന്നോട്ട് പോയി 13-ാം അധ്യായത്തിൽ ചെല്ലുമ്പോൾ ത്രിത്വ ആശീർവാദത്തിലാണ് തീരുന്നത്. അങ്ങനെ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ ഒറ്റ വാക്കാണ്: ക്രൂശു മരണത്തിലെ അനുരഞ്ജനം. നമുക്ക് നോക്കാം 19-ാമത്തെ വാക്യം, 2 കൊരിന്ത്യർ 5:19. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു. ഈ ഗ്രീക്കിലെ പണ്ഡിതൻ നമ്മുടെ സഭയിലുള്ളതിൽ പ്രധാനപ്പെട്ട പല പണ്ഡിതന്മാരിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ലെവലിൽ നിൽക്കുന്നത് മോത്തിയച്ചനാണ്. എന്നാലും കാറ്റലാസോ എന്ന പദത്തിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതനുസരിച്ച് ഇത് വളരെ പ്രധാനമായ ഒരു വാക്കാണ്. കാറ്റലാസോ എന്ന പദത്തിൻ്റെ അർത്ഥം ഒന്നിന് പകരം ഒന്നെടുക്കുക എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഒക്കെ പണ്ട് ആദ്യഫലത്തിനൊക്കെ വരുമ്പോൾ നമ്മൾ വിലയേറിയ ചില ധാന്യങ്ങൾ കൊണ്ടുവന്നിട്ട് മറ്റ് ചിലത് കൊണ്ടുപോകും. ഒന്നിന് പകരം ഒന്ന് വെക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് നൽകി അവൻ്റെ സ്നേഹത്താലും അവൻ്റെ വരവിനാലും നമ്മളിലെ ചിലത് അങ്ങോട്ടവനങ്ങ് ചേർത്തു. ഇതിനെയാണ് റെക്കൺസിലിയേഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അനുരഞ്ജനമെന്ന് നമ്മൾ പഠിക്കാൻ പോകുകയാണ്. ദൈവം ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായും 5 കാര്യങ്ങളാണ്. 1, ദൈവത്വവും മനുഷ്യത്വവും തമ്മിൽ നിരപ്പിച്ചു. ദൈവത്വവും മനുഷ്യത്വവും, ദൈവവും മനുഷ്യനും ദ്വന്ദ്ങ്ങളല്ല, ദൈവവും മനുഷ്യനും മാറി മാറി നിൽക്കുന്നതല്ല, ദൈവവും മനുഷ്യനും ചേർന്ന് നിൽക്കുകയാണ്. അഥവാ ദൈവത്തിൽ തൻ്റെ മനുഷ്യത്വം ക്രിസ്തുവിൽ കാണിച്ചെങ്കിൽ മനുഷ്യനിലുള്ള ദൈവികത തിരിച്ചറിയാനായിട്ട് നമുക്കതുമൂലം സാധിക്കുന്നു. God became a human in Christ that the human will understand the divine element in him. എന്നിലും നിങ്ങളിലും ഉള്ളത് അടിസ്ഥാനപരമായി ക്രിസ്തുവിലാണെങ്കിൽ ഉള്ളത് എന്താണ്? ദൈവികതയാണ്. സത്യമല്ലേ?
ഈ പള്ളിയിലെ ഇത്രയും ദൂരം 6:15 മിക്കവാറും ഫുള്ളായി. എന്തുകൊണ്ടാണ്? നമ്മളിൽ എല്ലാവരിലും ഒരു ദൈവികതയുണ്ട്, അടിസ്ഥാനപരമായി ഒരു ദൈവസ്വഭാവമുണ്ട്. ഇത് എവിടെ നിന്ന് കിട്ടിയതാണ്? ക്രിസ്തുവിൽ നമ്മൾ കണ്ടതാണ്. ക്രിസ്തുവിൽ നമുക്ക് കിട്ടിയത് മനുഷ്യത്വവും ദൈവത്വവും രണ്ടാണെന്ന്. അത് ദൈവികം, ഇത് മനുഷ്യത്വപരം, അത് സെക്കുലർ, ഇത് സേക്രഡ് എന്ന ഡിവിഷനെ ഇല്ലാതെയാക്കി. ക്രൂശിൽ അനുരഞ്ജനം സാധ്യമായി എന്ന് പറയുമ്പോൾ ക്രൂശിൽ സാധ്യമായത് ദൈവം മനുഷ്യനായി. മനുഷ്യൻ്റെ ഏറ്റവും വലിയ അവസ്ഥ എന്താണ്? മനുഷ്യൻ്റെ ഏറ്റവും വലിയ അവസ്ഥ എന്താണ്? നമ്മളൊരു മനുഷ്യരാണ് ചിന്തിക്കുന്നത് എപ്പോഴാണ്? മരണമെന്ന് പറഞ്ഞൊരു കാര്യമുള്ളതുണ്ടോ? അല്ലെങ്കിൽ ചിന്തിക്കത്തില്ല. ഇത് ലൈവ് പോകുന്നുണ്ടെങ്കിലും ഒരു തമാശ പറയുകയാണ്. ഈ ലൈവ് തമാശ പറഞ്ഞ വലിയ തലവേദനയാണ്. പിന്നെ അതിനകത്ത് കട്ട് ചെയ്ത് പിന്നെ അതിൻ്റെ വാലെ ഓരോരോ പ്രയാസങ്ങളാണ്. എന്നാലും ഈ അടുത്ത സമയത്ത് വളരെ സ്ട്രോങ് ആയ, ഒന്നിനും വഴങ്ങാത്ത ഒരാളെ, അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ മോർച്ചറിയിൽ ഒരുക്കാൻ വേണ്ടി കൂടെ കയറേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു അദ്ദേഹത്തെ വളരെ സൂക്ഷിച്ച് വേണം എല്ലാം ചെയ്യാനൊക്കെ. അപ്പോൾ ഈ മോർച്ചറി നിൽക്കുന്ന ആൾ പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് മാറി നിന്നാൽ മതി, ഞങ്ങളിത് ചെയ്യുന്ന സ്ഥിരം പരിപാടിയാണ്. അപ്പം നമുക്ക് പ്രയാസമാണ്. എൻ്റെ സാറേ, നമ്മുടെ പാവയൊക്കെ മടക്കുമല്ലോ, അതുപോലെയാണ് അങ്ങോട്ടൊടിച്ച് ഇങ്ങോട്ടൊടിച്ച് ഇങ്ങോട്ട് തിരിച്ച് അങ്ങോട്ട് തിരിച്ച് 5 മിനിറ്റ് കൊണ്ട് എല്ലാം വിട്ട് സ്കൂളിലെ കൊച്ചു നിൽക്കുന്ന പോലെ അപ്പച്ചനോട് ഇരിപ്പുണ്ട്. ഒന്നിനും വഴങ്ങാത്ത, ആരോടും വിനയപ്പെടാത്ത ഈ ആൾ ഓടിഞ്ഞ് മടങ്ങി ചുരുണ്ട് പുള്ളിക്കാരൻ പറഞ്ഞ പോലെ അവിടെ ഇരിക്കും. ഡെത്ത് എന്ന് പറയുന്ന റിയാലിറ്റിയിലാണ് നമ്മൾ മനുഷ്യരാന്ന് ഓർക്കുന്നത്. ശരിയാണോ? അല്ലേ? അതുകൊണ്ടാണ് നമ്മുടെ ശവസംസ്കാര ക്രമത്തിലെ അവസാനത്തെ പ്രാർത്ഥനയാണ് ഭയങ്കര, അല്ലേ? ദൈവിക സംഗീതക്കാരനായ ദാവീദേ, നീ നിൻ്റെ കിന്നരങ്ങളോട് കൂടെ വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നു എന്നും അവൻ്റെ ദിവസങ്ങൾ ആവി പോലെ മാഞ്ഞു പോകുന്നു എന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കുക. അല്ലേ? സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ചാഞ്ചാടുന്നത് എന്തിന്? ധനവാന്മാർ തങ്ങളുടെ ധനത്തെപ്പറ്റി നിഗളിക്കുന്നത് എന്തിന്? ഈ ക്രൂശിൽ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവവും മനുഷ്യനും തമ്മിൽ, ദൈവികതയും മനുഷ്യനും തമ്മിൽ ഒന്നായി തീർന്ന വഴി അവൻ മരണത്തെ തന്നിലേക്ക് ഏറ്റെടുത്തു. ദൈവത്തിൻ്റെ ഉള്ളിലേക്ക് മരണത്തെ ഏറ്റെടുത്ത അനുഭവമാണ് ക്രൂശ്. അങ്ങനെയാണ് നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുന്ന നിന്റെ സ്നേഹം നിന്റെ അടുക്കൽ നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. അങ്ങനെ ക്രൂശിൽ വെച്ച് ഈ മരണത്തെ ഇല്ലാതാക്കിയിട്ട് അവൻ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇതാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ക്രൂശിലെ റെക്കൺസിലിയേഷൻ എന്ന് പറയുന്നതാണ് റിസറക്ഷൻ്റെ അടിസ്ഥാനം. ക്രൂശിലെ റെക്കൺസിലിയേഷനാണ് റിസറക്ഷൻ. ഞാനും നിങ്ങളും പുനരുദ്ധാനം ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യാശ. ശരിയല്ലേ? പുനരുദ്ധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? മുമ്പേ എഴുന്നേറ്റ് നിന്ന് കൗമ ചൊല്ലിയത് തന്നെ പുനരുദ്ധാനമാണ്. ശരിയല്ലേ? ഇരിക്കാൻ വയ്യാൻ തോന്നുന്ന ഞാൻ നിന്നുകൊണ്ട് തന്നെ അങ്ങ് ചൊല്ലി, അത് തന്നെ പുനരുദ്ധാനമാണ്. ഇന്ന് പോകണ്ട എന്ന് വിചാരിച്ച നിങ്ങൾ എഴുന്നേറ്റ് ഇവിടെ വന്നു, പുനരുദ്ധാനമാണ്. ശരിയല്ലേ? ഇനി മേലാൽ ദിവസവും വായിക്കേണ്ടെന്ന് വിചാരിക്കും നമ്മൾ, പിന്നെയും ഇതെടുത്ത് വായിക്കുന്നു, പുനരുദ്ധാനമാണ്. ശരിയല്ലേ? ഇനി മേലാൽ എന്നോട് ചിരിച്ചാലും ഞാൻ ചിരിക്കത്തില്ലെന്ന് വെക്കുന്ന ചിലരെ കണ്ടപ്പോൾ നമ്മൾ അറിയാതെ അങ്ങ് ചിരിച്ചു പോയി. പുനരുദ്ധാനം. ഇങ്ങനെ പുനരുദ്ധാനം ഇങ്ങനെ ചെന്നിട്ടാണ് അതിൻ്റെ ക്ലൈമാക്സിൽ ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. അപ്പോൾ പുനരുദ്ധാനം ഇങ്ങനെ അടരടര് സംഭവിച്ച് അവിടെ ചെല്ലുകയാണ്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ക്രൂശിലാണ്. അവൻ ദൈവത്തെ മനുഷ്യത്തെയും ഒന്നിപ്പിച്ചു. രണ്ടാമതായി സംഭവിച്ചത് എന്താണ്? ദൂരസ്ഥരെയും സമീപസ്ഥരെയും നിരപ്പിച്ചു. ദൂരസ്ഥരെയും സമീപസ്ഥരെയും. എന്താണ് ഈ ദൂരസ്ഥരും സമീപസ്ഥരും? എന്താണ് ദൂരസ്ഥരും സമീപസ്ഥരും? നാട്ടിലുള്ളവരും ജോലിക്ക് പോയവരും ആണോ? രണ്ട് കൂട്ടരുണ്ട്. Those who think they are close to God and those who think they are away from God. സൂക്ഷിക്കണേ. തങ്ങൾ ദൈവത്തിൽ നിന്ന് ദൂരെയായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നവരെയും തങ്ങൾ ദൈവത്തോട് അടുത്തിരിക്കുന്നു എന്ന് വിചാരിക്കുന്നവരെയും തമ്മിൽ നിരപ്പിച്ചു. പലപ്പോഴും
തങ്ങൾ ദൈവത്തിൽ നിന്ന് അടുത്തിരിക്കുന്നു എന്ന് വിചാരിക്കുന്നവർക്കാണ് സംഭവം അറിയാത്തതെന്ന് നമുക്കറിയാം. ഏറ്റവും കൂടുതൽ സംശയം ചോദിച്ചത് അവരാണ്. യേശു എവിടെയൊക്കെ സൗഖ്യമാക്കിയിട്ടുണ്ടോ കണ്ടവർക്ക് സൗഖ്യമായി, ഈ നോക്കിയിരിക്കുന്ന ചിലരുണ്ട്. ശരിയാണോ? അല്ലയോ? എന്തിനാ ശബത്തിന് സൗഖ്യമാക്കിയത്? ശരിയല്ലയോ? അങ്ങ് ചോദ്യമാ, അയ്യോ അങ്ങ് ചോദ്യമാ. അവനിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. തങ്ങൾ സമീപസ്ഥരാകയാൽ തങ്ങൾ പറയുന്ന പോലെ വേണം ദൈവപ്രവർത്തനം. ഈ സമീപസ്ഥനെ രൂപാന്തരപ്പെടുത്തുകയും ദൂരസ്ഥനെ ചേർത്ത് വരുത്തുകയും ചെയ്തു. അങ്ങനെ ഒരിക്കലും അടുത്തു വരാത്ത കനാന്യ സ്ത്രീ അടുത്തു വരുന്നു, ഒരിക്കലും മിണ്ടാൻ സാധിക്കാത്ത ശമരിയക്കാരത്തെ അടുത്ത് വരുന്നു, നാട്ടുകാരെ തല്ലി ഓടിക്കാൻ സാധ്യതയുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും ഇൻകം ടാക്സിൻ്റെ ആളുമായ സക്കായി മരത്തെ കയറിയവനെ വലിച്ചു താഴെ കൊണ്ടിരുന്നു. ദൂരസ്ഥന്മാരെ എല്ലാം വിളിച്ചുകൊണ്ടിങ്ങി വരികയാണ്. ദൂരസ്ഥനെ എല്ലാം അടുപ്പിച്ച് വരുത്തുകയാണ്. സുവിശേഷം അതാണ് കേട്ടോ. വരുമെന്നേ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ അച്ഛൻ തിരുത്തിക്കണം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1975 പുലിക്കയം പള്ളിയിൽ സ്ത്രീകൾക്ക് പാഠം വായിക്കാൻ, ശരിയാണല്ലോ, 1975 അന്നൊന്നും സ്ത്രീകൾ വീട്ടിൽ തന്നെ വല്ലപ്പോഴും വായിച്ചാലായി. പള്ളി പാഠം വായിക്കുന്ന പതിവൊന്നും ഇല്ല. പാഠം വായിക്കാൻ അച്ഛൻ അവസരം കൊടുത്തു. ഈ പാഠം വായിക്കുന്ന സ്ത്രീ പകുതിയായപ്പോഴേ അവർ ചോദിച്ചു, എവിടെ പോവാ? ശരിയല്ലേ അച്ഛൻ? ചിലപ്പോൾ ഇച്ചിരി മുന്നോട്ട് പോയി ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. നിയമം വെച്ച് നോക്കിയാൽ ശരിയാവാത്ത ചിലരെ എനിക്കൊരു ജഡ്ജിനെ പേഴ്സണലി അറിയാം. ആ ജഡ്ജ് പറഞ്ഞു, അച്ഛോ നിങ്ങൾ വിചാരിക്കരുത് ഒരു വിധി പറയുമ്പം ഞങ്ങൾക്ക് എളുപ്പമാണ്. ഒരു വിധി പറയുമ്പോൾ ഞങ്ങളകത്ത് പൊടിഞ്ഞാണ് ചില വിധികൾ പറയേണ്ടി വരുന്നത്. ഭയങ്കര പാടാണ്. നിയമം വെച്ച് മാത്രം നോക്കിയാൽ ചില കാര്യങ്ങൾ ചിലർക്ക് ഡാമേജാകും. എന്നാൽ നിയമം അനുസരിച്ചില്ലെങ്കിൽ അത് തെറ്റാണ്. അപ്പോൾ ഈ ഒരു അനുഭവത്തെയാണ് യേശു എപ്പോഴും ന്യായപ്രമാണത്തെയും കൃപയെയും ചേർത്ത് വെച്ചു. ശരിയാണോ? ശരിയാണോ? നമ്മുടെ ജീവിതം അതിനുവേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. ജസ്റ്റ് ചട്ടപ്രകാരം ജീവിക്കുകയല്ല, ന്യായപ്രമാണത്തെയും കൃപയെയും ചേർത്ത് വെക്കുന്നതാണ് ദൈവം തരുന്ന അനുരഞ്ജനം. ക്രൂശിൽ ദൈവം ചെയ്തത് അവൻ ന്യായപ്രമാണത്തെയും കൃപയെയും ചേർത്ത് വെച്ചു. ആ ശത്രുത ഇല്ലാതാക്കിയെന്ന, ശത്രുത എന്ന് പറഞ്ഞാൽ ദ എനിമിറ്റി ബിറ്റ്വീൻ ലോ ആൻഡ് ഗ്രേസ് ഇല്ലാതെയാക്കി എന്ന് മാത്രമല്ല, അവൻ ചെയ്തത് മാലാഖമാരെയും മനുഷ്യരെയും ഒന്നാക്കി. എന്താണ് ക്രൂശിൽ സംഭവിച്ചത്? സ്വർലോകരെയും ഭൂലോകരെയും തമ്മിൽ ചേർത്തു. സ്വർലോകരും ഭൂലോകരും തമ്മിൽ ചേർത്തു. സ്വർലോകരുടെ പ്രത്യേകത എന്താണ്? എന്താണ് സ്വർലോകരുടെ പ്രത്യേകത? എന്താണ് സ്വർലോകരുടെ പ്രത്യേകത? സ്വർലോകരുടെ പ്രത്യേകത സിമ്പിളാണ്. സ്വർലോകരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഭൂമി, സമുദ്രങ്ങൾ, സ്വർഗീയ ഊർശലേമിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന പ്രധാന മാലാഖമാർ, ഈശ്വനുവാസന്മാർ, സുൽത്താനന്മാർ, ഹൈദയന്മാർ, മാറാവാസന്മാർ, കണ്ണുകൾ വരെയുള്ള ശ്രാഭയന്മാർ, 6 ചിറകുള്ളവർ, ചിറകുകൾ അടിച്ചുകൊണ്ട് പരസ്പരം അന്യോന്യം വിളിച്ചു പറയുന്നു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ദൈവത്തിന് നിരന്തരം മഹത്വം കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നവരാണ് മാലാഖമാർ. അത്രേ ഉള്ളൂ. അതാണ് മാലാഖ. എന്നാൽ സാധാരണ മനുഷ്യരുടെ പ്രത്യേകത, നമ്മുടെയൊക്കെ പ്രത്യേകത, നമുക്കിങ്ങനെ മഹത്വം കിട്ടിക്കൊണ്ടേ ഇരിക്കണം. എങ്ങനെയുമൊക്കെ അതിനുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യും. നമ്മളൊക്കെ നമ്മുടെ ഫോട്ടോയ്ക്ക് തന്നെ ലൈറ്റ് അടിക്കും അല്ലേ? ഇവിടെ ഭയങ്കര വഴക്കായിരുന്നു. ഒരു വീട്ടിലെ ഒരംഗം ഇട്ട ഫോട്ടോയ്ക്ക് മറ്റേ ആരാണ്ട് നാട്ടുകാർ ലൈക്ക് അടിച്ചു, വീട്ടുകാർ ലൈക്ക് അടിച്ചില്ല. ഇത്രയും മതി, പൂര വഴക്കായി. എന്നാലും അത് ചെയ്തില്ലല്ലോ, എൻ്റെ ഫോട്ടോയ്ക്ക് അടിച്ചില്ലല്ലോ, നിങ്ങൾ മറ്റുള്ളവനെ അടിക്കാൻ അറിയാമല്ലോ. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ അതിരുവഴക്കൊക്കെ ആയിരുന്നു. എൻ്റെയൊക്കെ കൊച്ചിലെ വലിയ പാടായിരുന്നു. നമ്മുടെ നാട്ടിലെല്ലാം അതിരുവഴക്ക്. കാരണം അപ്പുറത്തെ പറങ്ങാവ് ട്രാൻസ്ഫറായി ഇപ്പുറത്ത് നിൽക്കുന്നു. എന്തോ ചെയ്യാനാ? വെച്ചതവിടെ പറിക്കുന്നത് ഇവിടെ, ഇവിടുത്തെ തെങ്ങ് ട്രാൻസ്ഫറായി അപ്പുറത്ത് പോകുന്നു. ഇതൊക്കെ എൻ്റെ കൊച്ചിലെയൊക്കെ ഭയങ്കര വഴക്കാണ്. അതിരെ നിന്ന് വഴക്കുണ്ടാക്കുന്നു, വിളിച്ചു പറയുന്നു, പിന്നെ നാട്ടുകാർ വന്ന് സമരി പറയുന്നു. വലിയ വിഷയങ്ങളായിരുന്നു. ഇപ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ പിള്ളേർക്ക് ആർക്കും അതിരേതാന്ന് പോലും അറിയത്തില്ല. പക്ഷെ അതുകൊണ്ട് വഴക്ക് തീർന്നില്ല, പുതിയ വഴക്കുകളാണ്.
അതിങ്ങനെ കൊടുക്കുകയാണ്. അതെന്തുകൊണ്ടെന്നറിയാമോ? ഈ മഹിമയും മഹത്വവും ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കണം. എനിക്ക് എൻ്റെ യൂണിവേഴ്സിറ്റിയിലെ വലിയൊരു അനുഭവം എൻ്റെ ഓർമ്മയിലുണ്ടേ. ആ യൂണിവേഴ്സിറ്റിയിൽ ഒരു ദിവസം ഞങ്ങളുടെ പ്രൊഫസർ പറഞ്ഞു, ഉച്ച കഴിഞ്ഞ് നിങ്ങൾക്കൊരു ഹൈറ്റി ഉണ്ട്. ഹൈറ്റി എന്ന് പറഞ്ഞാൽ കുറേ ഭക്ഷണമുള്ള ഒരു ചായ. അതൊരു ഡിന്നറിനൊക്കും. സ്റ്റുഡൻ്റായിട്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ട്, ഞാനും അച്ഛനൊക്കെ സ്റ്റുഡൻ്റായിട്ട് പഠിച്ച നമുക്ക് ഈ ഹൈറ്റി വലിയ സന്തോഷമാണ്. കാരണം അന്ന് പോയിട്ട് ഡിന്നറൊന്നും ഉണ്ടാക്കാനും പോകണ്ട. അപ്പം ഞങ്ങൾ വലിയ സന്തോഷത്തോടെ ചെന്നു. അപ്പോൾ എന്താണ് ചടങ്ങ് എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ ഒരു പ്രൊഫസർ റിട്ടയറായി 85 വയസ്സായി. അപ്പോൾ അവരുടെ ലൈഫെല്ലാം സെറ്റിലായി. അവർ ഒതുക്കും. അവരുടെ യൂറോപ്യൻസിൻ്റെ പ്രത്യേകത, പിള്ളേർ വീട്ടിൽ നിന്ന് പോകുന്നവരും അവർ വീട് ചെറുതാക്കി കൊണ്ടുവരും, കാറ് ചെറുതാക്കി കൊണ്ടുവരും. അങ്ങനെയാണ് അവരുടെ ഒരു രീതി. അങ്ങനെ കുഞ്ഞുങ്ങൾ എല്ലാവരും ഉള്ളപ്പം വലിയ വണ്ടി, വലിയ കാറ്, വലിയ വീട്, 4 നില വീട്, 4 മുറിയുള്ള വീടൊക്കെ കാണും. പക്ഷേ പിള്ളേർ പോകുന്നതനുസരിച്ച് അത് 3 ആക്കും, 2 ആക്കും, 1 ആക്കും. ഇങ്ങനെ അവർ ചെറുതാക്കി ഇവരവസാനം സെറ്റിലാവുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഇനി ഒരു 1 ബെഡ്റൂം ഇതിനകത്ത് ഞാൻ താമസിക്കാൻ പോകുന്നത്, എൻ്റെ അസറ്റെല്ലാം സെറ്റിൽ ചെയ്യുവാണ്. അപ്പോൾ അതിൻ്റെ 5-1 ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കുകയാണ്, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിന്. അപ്പോൾ അതിന് ഇങ്ങനെയായിരുന്നു അതിൻ്റെ ചടങ്ങ്. ഞങ്ങളെല്ലാം വിളിച്ചിരുത്തി. ഞങ്ങളൊരു 15 പേരുണ്ട്. ഇവിടെ ആ ടീച്ചറും പിന്നെ ഞങ്ങളുടെ പ്രൊഫസറും ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ പ്രൊഫസർ എഴുന്നേറ്റ് പറഞ്ഞു, ഈ ടീച്ചർ ഇവിടെ കുറച്ച് നാൾ വർക്ക് ചെയ്തതാണ്, അവരുടെ ലൈഫ് സെറ്റിൽ ചെയ്യുവാണ്, 5-1 വീതം നമുക്ക് തരുന്നു. 2 മിനിറ്റേ ഉള്ളൂ കേട്ടോ. ഇവരെഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ ഒത്തിരി നാൾ ഇവിടെ ജോലി ചെയ്തു, ഇവിടെ കിട്ടിയതിന് മാത്രം ഒന്നും ഞാനിവിടെ തിരിച്ചു തരുന്നില്ല, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, താങ്ക് യു. 5 മിനിറ്റ് കൊണ്ട് ഈ മീറ്റിംഗ് കഴിഞ്ഞു. പിന്നെ ഒരു 3/4 മണിക്കൂർ ഞങ്ങൾ കാപ്പി കുടിച്ചു. നമ്മളാണെങ്കിൽ എൻ്റെ ദൈവമേ, പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ തെള്ളായിരിക്കും ഒരു 1/2 മണിക്കൂർ. പിന്നെ ഞാൻ ഈ ലേഡിയെ പോയി കണ്ടു. അവരോട് ചോദിച്ചു അതെങ്ങനെ സാധിച്ചു. അപ്പോൾ അവരെന്നോട് പറയുകയാണ് ക്രോസ്. പിന്നെ ചോദിച്ചു വൈ? അപ്പോൾ പറയുകയാണ്, ക്രോസിലാണ് യേശു പറയുന്നത്, നിൻ്റെ ഹിതം നിവർത്തിയായി. നിൻ്റെ ഹിതം നിവർത്തിയാകുന്നതിലേക്കുള്ള വിളിയാണ് കുരിശ്. എൻ്റെ ഹിതം, എൻ്റെ ഹിതം, എൻ്റെ ഹിതം, എൻ്റെ ഹിതം എന്ന് നിരന്തരം ആവർത്തിക്കുന്ന എന്നെ നിൻ്റെ ഹിതത്തിലേക്ക് നിരപ്പിക്കുന്നതാണ് കുരിശ്. അതുകൊണ്ട് ഓരോ ദിവസവും കുരിശ് വരയ്ക്കുമ്പോൾ, ഓരോ ദിവസവും ഇവിടുത്തെ കുരിശ് കാണുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഇതാണ്, മാലാഖമാരുടെ തേജസ്സിലേക്ക് എന്നെയും നിങ്ങളെയും ദൈവം വിളിക്കുകയാണ്. അങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ട ജീവിതങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികൾ നമ്മുടെ ചുറ്റും ഉണ്ട്. അവർക്കായി ദൈവത്തിന് സ്തോത്രം. എൻ്റെ അമ്മയുടെ അപ്പച്ചൻ ഒരു ഉപദേശി ആയിരുന്നു. ഈ സഭയിലെ ഒരു സാധാരണ സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്ത ഒരു ഉപദേശി. അപ്പച്ചനെ പല സ്ഥലങ്ങളിലും പല സമയങ്ങളിലും ഞാൻ കാണുമ്പോൾ അപ്പച്ചൻ എല്ലായ്പ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. എൻ്റെ അപ്പൻ്റെ പപ്പ കൊപ്ര കച്ചവടം ചെയ്യുന്ന ഒരാളായിരുന്നു. കൊപ്ര കച്ചവടം ചെയ്യുന്ന എൻ്റെ അപ്പച്ചൻ പലപ്പോഴും കൊപ്രയൊക്കെ, യു നോ വാട്ട് കൊപ്ര ഈസ്? ഡൈഡ് കോക്കനട്ട് സ്കൂപ്ഡ് ഔട്ട് ഈസ് കോൾഡ് ആസ് കൊപ്ര, റൈറ്റ്? കൊപ്ര എൻ്റെ അപ്പച്ചൻ ശരിയായി കഴിയും, പലപ്പോഴും അത് നഷ്ടത്തിലൊക്കെ പോവും. അപ്പോൾ ഞാനും അപ്പച്ചനും തർക്കം ഉണ്ടാവും. അപ്പോൾ അപ്പച്ചൻ എന്നെ പഠിപ്പിച്ചു, വലിയ ധനത്തെക്കാളും മഹിമ കീർത്തിയെക്കാളും, വലിയ ധനത്തെക്കാളും മഹിമ കീർത്തിയെക്കാളും, പല ഭാഗ്യങ്ങളെക്കാളും പാരിലെല്ലാറ്റേക്കാളും, പല ഭാഗ്യങ്ങളെക്കാളും പാരിൽ എല്ലാറ്റേക്കാളും വിലയേറിയ കാലം. കൊപ്രാത്തട്ടിയുടെ സമീപത്ത് നിൽക്കുന്ന സാധാരണക്കാരനായ എൻ്റെ അപ്പച്ചൻ്റെ മുഖത്ത് മാലാഖമാരുടെ തേജസ് കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കുരിശിൻ്റെ രൂപം വരച്ചതുകൊണ്ട്. അനുരഞ്ജനം ഒരു വാക്കല്ല, അനുരഞ്ജനം ഒരു അനുഭവമാണ്. അനുരഞ്ജനം ഒരു പദപ്രയോഗമല്ല, അതൊരാത്മാവിൻ്റെ ആവിഷ്കാരമാണ്. അനുരഞ്ജനം ഒരു താത്വികമായ വാക്കല്ല, അനുരഞ്ജനം എന്നെയും നിങ്ങളെയും ദൈവം വിളിക്കുന്നതിൻ്റെ അടയാളമാണ്. എന്നെയും നിങ്ങളെയും കരുതുന്നവനായ ദൈവം, എന്നെയും നിങ്ങളെയും വിളിക്കുന്നവനായ ദൈവം, ഏദനിൽ മനുഷ്യനെ നശിപ്പിച്ച് കളയാഞ്ഞവനായ ദൈവം, യോനയ്ക്കപ്പുറം നിനവേക്കാരെ സ്നേഹിക്കുകയും അവരെ ക്ഷമിക്കാൻ വേണ്ടി കാരണം കണ്ടെത്തിക്കൊണ്ടേയിരുന്ന ദൈവം, കന്യകമറിയാമിൻ്റെ ഉദരത്തിൽ എളിമയോടെ വസിച്ച് തന്നെത്താൻ താഴ്ത്തിയ ക്രിസ്തു,
ആ ക്രിസ്തുവാണ് ക്രൂശിൽ മരിച്ചത്. അവൻ ക്രൂശിൽ മരിക്കുകയും കബറടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവൻ വീണ്ടും വരും എന്നുള്ളതാണ് സഭയുടെ വിശ്വാസം, സഭയുടെ പ്രത്യാശ. അതാണ്, ആ പ്രത്യാശയിലാണ് നമ്മളിവിടെ കൂടി വന്നിരിക്കുന്നത്. അവൻ നിരപ്പിച്ചത് ഭൗമികരെയും സ്വർഗീയരെയും അവൻ നിരപ്പിച്ചു, ദൂരസ്ഥരെയും സമീപസ്ഥരെയും അവൻ ചേർത്തു, പാപിയെയും നീതിമാനെയും അവൻ ഒരുമിച്ച് കൊണ്ടുവന്നു, ഒറ്റയ്ക്കായവരെയും കൂട്ടായവരെയും അവൻ ചേർത്ത് നിർത്തി. അവരോടെല്ലാം പറഞ്ഞു, നിനക്ക് പുതുസൃഷ്ടിയാവാനായിട്ട് സാധിക്കും. ഈ ആലയത്തിലിരിക്കുന്ന ഏതൊരാളോടും ഓർപ്പിക്കട്ടെ, ഈ പുസ്തകം ലോകത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണ്. ഇതിലെ വ്യക്തി ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിൽ പുത്രൻ തമ്പുരാൻ എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാൻ മതിയായനാണ്. പ്രിയ കുഞ്ഞുങ്ങളെ, എനിക്കൊത്തിരി സന്തോഷമുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളുണ്ടല്ലോ, കുഞ്ഞുങ്ങളോട് എല്ലാവരോടും പറയട്ടെ, ഈ കർത്താവിനെ അറിയുക, കർത്താവിനെ സ്നേഹിക്കുക. ഈ കർത്താവിന് മുമ്പാകെ നിങ്ങളെ തന്നെ കൊടുക്കുക. അവൻ നിങ്ങളെ വാഴ്ത്തും, അവൻ നിങ്ങളെ അനുഗ്രഹിക്കും.